വചനമൊഴി ഏപ്രിൽ 20. വചനഭാഗം 1 യോഹന്നാൻ 2:1-6, യോഹന്നാന്റെ സുവിശേഷം 17:20-26. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉയർപ്പുകാലം 3-ാം തിങ്കളാഴ്ച തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മിശിഹായിൽ ജീവിക്കുകയും സ്നേഹത്തിൽ ഒന്നാവുകയും ചെയ്യുക എന്ന സന്ദേശമാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലൂടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും പാപം ചെയ്താൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു അഭിഭാഷകനുണ്ട്, ഈശോ മിശിഹ. ഉയർപ്പിൻ്റെ സന്തോഷമതാണ്. നാം ഒറ്റയ്ക്കല്ല, മിശിഹ നമുക്ക് വേണ്ടി നിലനിൽക്കുന്നു, നമുക്ക് വേണ്ടി ഇടപെടുന്നു എന്നുള്ളതാണ്. അവിടുത്തെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായി ഉണ്ടാകുന്നുവെന്ന് ശ്ലീഹ പറയുന്നു. യഥാർത്ഥ വിശ്വാസം വാക്കുകളിലല്ല, ജീവിതത്തിലൂടെ പ്രകടമാക്കണം. ഈശോ മിശിഹായിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നവൻ അവനെപ്പോലെ നടക്കണം, അവനെപ്പോലെ ജീവിക്കണം. മിശിഹായിൽ എല്ലാവരും ഒന്നായി മാറണം, ഐക്യത്തിൽ വസിക്കണമെന്നാണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മോടിന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എല്ലാവരും ഒന്നാകുവാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിൻ്റെ സന്ദേശം ഐക്യത്തിൽ വസിക്കുക, ദൈവത്തോടും പരസ്പരവും ഐക്യത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുവാൻ വേണ്ടി ഈശോ നമ്മെ വിളിക്കുന്നു. നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരിലും സ്നേഹമുണ്ടാകട്ടെ എന്ന ഈശോ പ്രാർത്ഥിക്കുന്നത്. പിതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ ശിഷ്യന്മാർ തമ്മിലും സ്നേഹമുണ്ടാകട്ടെ, സ്നേഹത്തിൽ വസിക്കട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ഐക്യം സ്നേഹത്തിൽ നിന്നാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉയർപ്പുകാലത്തിൻ്റെ സന്ദേശമായി മിശിഹായിൽ നിലനിൽക്കുവാൻ, അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ, ഐക്യത്തിൽ സാക്ഷികളാകുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. തിരുവചനത്തിൻ്റെ ചൈതന്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.